ഒരു 30-40 വർഷത്തെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഇട്ട ബിസിനസ്സേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഫിനാൻസിനെ എപ്പോഴും എന്താക്കാൻ പറ്റും, നിലനിർത്താൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു 59% റസൽ ഇൻഡെക്സ് പെട്ട ആൾക്കാർ നശിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബിസിനസ് മോഡലോട് പൈസ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിലനിർത്താൻ അവർക്ക് സ്കില്ലില്ല. നിലനിർത്തണമെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് HR മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ സിസ്റ്റം വേണം. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അവൻ്റെ ബിസിനസ്സിനെ നിലനിർത്തുകയാണെങ്കിൽ റസൽ ഇൻഡെക്സ് തന്നെ പറയുന്നുണ്ട് ഒരു 30, 40, 50 വർഷം പ്ലാനിലേക്ക് ഒരു ബിസിനസ്സിനെ വലിക്കുന്ന ബിസിനസ്സുകാരന് മാത്രമേ ഇത് നിലനിർത്താൻ പറ്റുന്നുള്ളൂ എന്നില്ലേ. അപ്പോൾ ഒരു 10% ആണ് ഒരു 10x റിട്ടേൺ ഇല്ല. അത് പക്ക ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനീസാണ്. നമുക്കത് പോസിബിൾ അല്ല. ഇന്ത്യൻ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് നമുക്കൊരിക്കലും അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ മിനിമം ഈ നോഹവ് കിട്ടിയിട്ട് ഇതിൻ്റെ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഒരു 30-40 വർഷത്തെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഇട്ട ബിസിനസ്സേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഫിനാൻസിനെ എപ്പോഴും എന്താക്കാൻ പറ്റും, നിലനിർത്താൻ പറ്റും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നില്ല UK US MBA ഒക്കെ കുറേ അതിന് ഉപകാരം നൽകുന്നില്ലാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഈ ഫസ്റ്റ് 1000 പലപ്പോഴും നമ്മളുടെ പല യൂണിവേഴ്സിറ്റികളും പെടാത്തതുകൊണ്ട് തന്നെ ഇവരുടെ എഡ്യൂക്കേഷനൊക്കെ ലോകത്തിലെ പിന്നെ ഫസ്റ്റ് 1000 പെടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡ് വാല്യൂ കൂടി കുറേ കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ്. ബട്ട് അഗെയിൻ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഓൺ ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടും ഈക്വലി ഇതാണ്. പക്ഷേ ഒരു കുട്ടി അവന് എന്ത് പിച്ചാണ് ആഗ്രഹിക്കുന്നത്, എന്ത് വാല്യൂ ആണ് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് അവനെ സംബന്ധിച്ചിപ്പോൾ ജസ്റ്റ് ഒരു സെയിൽസ്മാൻ ആയിട്ടുള്ളൊരു ജോലിയാണ്, ജസ്റ്റ് ഒരു HR എക്സിക്യൂട്ടീവ് ആണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫിനാൻസിലേക്ക് ഒരു എൻട്രിയാണ് ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ MBA ഓക്കെ ആയിരിക്കാം. പക്ഷേ അവനതല്ല, കുറച്ചും കൂടി ഭയങ്കര അംബീഷ്യസ് ആണ്. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഒരു കോർ ടീമിലേക്കോ ഒരു ബോർഡിലേക്കോ കയറണം, ഒരു CEO പദവി ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അവന് ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകണം, ഗ്ലോബലി പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന എപ്പോഴും ഒരു IIMലോ അല്ലെങ്കിൽ UK MBA ഒക്കെയാണ് കുറേ കൂടി ഉപകാരപ്പെടുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു ഫിസ് സർ.